കാലം കാത്തുവെച്ച ചരിത്ര സ്മാരകത്തെ വീട്ടുമുറ്റത്ത് പുനഃസൃഷ്ടിച്ച് നെഞ്ചോട് ചേർക്കുകയാണ് പൂച്ചക്കാട്ടെ സുകുമാരൻ. കോട്ടകളുടെ കോട്ടയായ ബേക്കൽ കോട്ടയുടെ പ്രതിരൂപം തനിമ ചോരാതെ വീട്ടുമുറ്റത്ത് സൃഷ്ടിച്ച് വിസ്മയിപ്പിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ഈ കലാകാരൻ. ഇത് ബേക്കൽ കോട്ടയുടെ പ്രതിബിംബമോ ചിത്രമോ അല്ല, ഒരു കലാകാരന്റെ കരവിരുതിൽ ഉരുത്തിരിഞ്ഞ ചരിത്ര വിസ്മയമാണ്. പൂച്ചക്കാട്ടെ സുകുമാരന്റെ വീട്ടിൽ നിന്ന് വെളിപ്പാടകലെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. വിദേശികൾ പോലും ആശ്ചര്യത്തോടെയും ചരിത്രത്തിന്റെ വലിയ ശേഷിപ്പായും ഇതിനെ കാണുമ്പോഴും സ്വന്തം ദേശക്കാർ ഇതിന്റെ പരിപാലനത്തിനും മൂല്യത്തിനും അത്ര വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല എന്ന തിരിച്ചറിവാണ് ഈ കലാകാരനെ കോട്ടകളുടെ കോട്ടയായ ബേക്കൽ കോട്ടയെ സ്വന്തം വീട്ടുമുറ്റത്ത് പുനഃസൃഷ്ടിച്ച് പരിപാലിച്ച് ആത്മസായുജ്യമടയുന്നതിലേക്ക് നയിച്ചത്. തന്റെ കലാവൈഭവവും ഒപ്പം ഈ ചരിത്രവിസ്മയത്തോടുള്ള അളവറ്റ സ്നേഹവും അഭിമാനവുമാണ് സുകുമാരനെ തനിമ ചോരാതെ ബേക്കൽ കോട്ട വീട്ടുമുറ്റത്ത് തീർക്കാൻ സഹായിച്ചത്. പുൽത്തകടിയും കോട്ടയും അകത്തളങ്ങളും ആയുധപ്പുരയും സ്തൂപങ്ങളുമെല്ലാം കാഴ്ചയിൽ ബേക്കൽ കോട്ടയുടെ പ്രതിരൂപം തന്നെയായി മാറുന്നു. ഇതോട് ചേർന്നുള്ള മതിലിൽ പെയിന്റ് കൊണ്ട് നീലക്കടലിന്റെ പശ്ചാത്തലം കൂടി ഒരുക്കിയപ്പോൾ കാഴ്ചക്കാർക്ക് അമ്പരപ്പ് മാത്രമല്ല, തങ്ങൾ നിൽക്കുന്നത് യഥാർത്ഥ കോട്ടയ്ക്കകത്ത് തന്നെയാണോ എന്ന് ഒരു വേളയെങ്കിലും തോന്നുന്നുവെങ്കിൽ അതുതന്നെയാണ് ഈ കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. കൺമുന്നിലെ ചരിത്രവിസ്മയം കണ്ണിൽ നിന്നും മായാതെ എന്നും ഒപ്പമുണ്ടാകണമെന്ന തോന്നലാണ് സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ സുകുമാരനെ ഈയൊരു വേറിട്ട ഉദ്യമത്തിലേക്ക് എത്തിച്ചത്. അന്താരാഷ്ട്ര ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച ബേക്കൽ ഫോർട്ട് ഇന്ന് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ എത്തുമ്പോഴും ബേക്കൽ ഫോർട്ട് സന്ദർശിച്ചതിന് ശേഷം ഇതിൻ്റെ രൂപം എങ്ങനെയെന്നുള്ളത് മനസ്സിൽ നിന്നും മാറിപ്പോകുന്നൊരവസ്ഥയാണ് സഞ്ചാരികൾക്കുള്ളത്. അപ്പോൾ ആ ബേക്കൽ ഫോർട്ട് ഒരു മിനി ബേക്കൽ ഫോർട്ടാക്കിയാൽ അതിൻ്റെ മൊത്തം രൂപം മനസ്സിൽ പതിച്ചു നൽകുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഈ ബേക്കൽ ഫോർട്ട് നിർമ്മാണത്തിലൂടെ എനിക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. സിമന്റ് കട്ടയും കമ്പിയും ഒപ്പം കഠിനമായ പരിശ്രമവും അർപ്പണവും അതോടൊപ്പം സഹായികളായ ഐത്ത ബേക്കൽ, ദേവദാസ് പെരിയ, ജയരാജൻ എന്നിവരുടെ ആത്മാർത്ഥതയും കൂടിച്ചേർന്നതോടെ ലക്ഷ്യം വിചാരിച്ചതിലും നേരത്തെയും മനോഹരവുമായി. വീട്ടുമുറ്റം ബോൺസായി പോലുള്ള വൈദേശിക ചെടിത്തരങ്ങൾ നട്ടുപിടിപ്പിച്ചും ഇന്റർലോക്ക് പാകിയും പ്രൗഢി കാട്ടുന്ന ഇക്കാലത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി ചരിത്ര സ്മാരകങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന ഈ കലാകാരൻ കാലത്തെയാണ് കാത്തുസൂക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.